ഇന്ന് ഒലിവ് ഗാർഡൻ മിനിസ്ട്രിയുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് കേരളത്തിൽ, ഇന്ത്യയിൽ, അതുപോലെ തന്നെ അതിലുപരിയായിട്ട് അമേരിക്കയിൽ പ്രശസ്തമായ ഒരു മീഡിയയുടെ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ശ്രീമാൻ ജോയി തുമ്പമണ്ണാണ്. അനവധി വേദികളിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തൂലികയുടെ ശക്തി എന്താണെന്ന് ലോകത്തിൻ്റെ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലും അമേരിക്കയിലെ വിവിധ മാധ്യമങ്ങൾക്കും ദൈനംദിന പ്രതികൾ എഴുതി കൂട്ടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഒലിവ് ഗാർഡനിലേക്ക് ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ അല്പനേരം പ്രേക്ഷകരുടെ അറിവിനായിട്ട് അദ്ദേഹത്തെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ വിനീതമായിട്ട് താല്പര്യപ്പെടുന്നു. താങ്ക് യു മിസ്റ്റർ ജോൺ തുമ്പമൺ. തുമ്പമൺ എന്ന് പറയുമ്പോൾ തന്നെ ജന്മനാട് തുമ്പമണ്ണാണ്. പേരും ജോയി തുമ്പമൺ എന്നാകുമ്പോൾ പേരും ദേശവും അതിനകത്ത് തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അതുകൊണ്ട് പേര് ചോദിക്കുന്നില്ല. ശരിയാണല്ലോ? അതെ, ഞാൻ തുമ്പമൺ സ്വദേശിയാണ്. തുമ്പമൺ എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ പറയുന്നത് സസ്യശ്യാമള കോമളമായ തുമ്പമൺ, തുമ്പികളുടെ വിധാനങ്ങളാൽ അലങ്കരിക്കപ്പെടുന്ന മണ്ണ് തുമ്പമണ്ണ് എന്ന് ഇങ്ങനെ കവികൾ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ശാലീനതയും ആ ഭംഗിയും താങ്കളുടെ എഴുത്തിലും സ്വഭാവ വൃത്തിയിലും ഒക്കെ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളീയർക്കുള്ള ഒരു മാത്രമുള്ള ഒരു സ്വഭാവമുണ്ട്. അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും കഠിനമായി സ്വന്തമായി അധ്വാനിച്ച് സ്വന്തം കുടുംബത്തെയും ആശ്രിതരെയും പോറ്റി പുലർത്തുക എന്നുള്ളത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ള സമൂഹത്തിൽ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് നാം കണ്ടുവരുന്നത് മലയാളികൾ ഒരു കുടക്കീഴിൽ നിന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന അനവധി മേഖലകളിൽ ഈ ലോകത്തിന്റെ പല സംഘടനാ തലത്തിലും സാമുദായിക തലത്തിലും ഒക്കെ നമ്മൾ ദൈനംദിനം കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അന്നേരം അങ്ങനെ ഇവിടെയും ഒന്ന് ഒരു സമൂഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും ഇവിടുത്തെ ചെറുതും വലുതുമായിട്ടുള്ള മാധ്യമങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പ്രതികൾ എഴുതി അതാത് തക്ക സമയത്ത് ജനങ്ങളെ പ്രബുദ്ധരാക്കുന്ന ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യമായിട്ട് എൻ്റെ നിസ്സീമമായ സ്നേഹവും കൃതജ്ഞതയും നന്ദിയും എല്ലാം ഞങ്ങൾ ഈ സംഘടനയുടെ പേര് അറിയിക്കുന്നു. അത് വീണ്ടും അത് തന്നെ തുടരും എന്നുള്ളത് ഞങ്ങൾ അതിനകത്ത് ആശങ്കയില്ല. അങ്ങനെ തന്നെ വരട്ടെ. ദൈവം അതിന് എല്ലാ സംഗതികളും ഇടയാക്കട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. ഏത് വർഷമാണ് അമേരിക്കയിലെത്തുന്നത്? 1980 അമേരിക്കയിലെത്തുന്നത്. 1980 അമേരിക്കയിലെത്തി. അമേരിക്കയിലെത്തിയിട്ട് ആദ്യമായിട്ട് എവിടെയാണ് ജോലി? ഹ്യൂസ്റ്റണിലാണ് ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ വന്നത്. ഹ്യൂസ്റ്റണിൽ 1980 മുതൽ 82 വരെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ ജോലിക്ക് പ്രയാസം ഉണ്ടായ സമയത്ത് എൻ്റെ ബ്രദർ ലോയും സിസ്റ്ററും ന്യൂയോർക്കിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടേക്ക് പോയി. അവിടെ ഒരു ഇന്റർനാഷണൽ കമ്പനിയായ മെറിൽ ലിഞ്ചിൽ എനിക്ക് ജോലി കിട്ടുകയും ഞാൻ അവിടെ ജോലി ചെയ്യുകയും ചെയ്തു. ന്യൂയോർക്കിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലുമായിട്ട് ഞാൻ ഒരു 26 കൊല്ലം. അമേരിക്കയിൽ വരുന്നതിന് മുമ്പ് നാട്ടിലുള്ള കലാ, സാംസ്കാരിക, സാമുദായിക, രാഷ്ട്രീയ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരുന്നു? ഞാൻ എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ പിതാവിൻ്റെ ജോലിയുള്ളതായ ബന്ധത്തിൽ കൊല്ലത്തായിരുന്നു ഒരു 10 വർഷക്കാലം താമസിച്ചത്. 10ാമത്തെ വയസ്സിൽ ഞങ്ങൾ സ്വദേശമായ തുമ്പമണിലേക്ക് വന്നു. തുമ്പമണിലുള്ളതായ മാർ ഗീഗോറിയോസ് MG ഹൈസ്കൂൾ എന്ന് പറയുന്ന തുമ്പമൺ MG ഹൈസ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. കോളേജ് വിദ്യാഭ്യാസം പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലായിരുന്നു നടത്തിയത്. ആ സമയത്ത് അല്പമൊക്കെ രാഷ്ട്രീയമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മേഖലയിലുള്ള വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ ഉള്ളതായ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പല ജാഥകളുമൊക്കെ നടത്തി ട്രാൻസ്പോർട്ട് ബസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുവദിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സമരമുഖങ്ങളൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കൂടുതലായിട്ടും മതപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ഇടപെട്ടിട്ടുള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ PYPA പെന്തക്കോസ്റ്റൽ യൂത്ത് ഫെലോഷിപ്പ് എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. സൺഡേ സ്കൂൾ, ആത്മീയമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തന മേഖലകൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതിന് ആത്മീയത ഒരു തടസ്സമൊന്നുമല്ല. നമുക്ക് അവരുടെ പൊതുജനങ്ങളുമായിട്ട് സംസാരിക്കുവാനും അവരുടെ മാധ്യമ പ്രവർത്തനങ്ങളിലെ വിദ്യാഭ്യാസാനന്തരം സാറേ ഞാൻ 1976 ബഹറിൽ വന്നു. 76 മുതൽ 80 വരെ ബഹറിലുണ്ടായിരുന്നു. അത് ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു സമയമാണ്. സാറ് പറഞ്ഞതുപോലെ
നമ്മുടെ ഗൾഫിലുള്ളതായ ജീവിതം എന്ന് പറയുന്നത് അത് മലയാള തനിമയിലുള്ളതായ അതൊരു ജീവിതമാണ്. അവിടെ ഒത്തിരി മലയാളികളും സുഹൃത്തുക്കളും യൗവനത്തിൽ തന്നെ അനേകരുമായിട്ട് ഇടപഴകുവാനുള്ളതായ അവസരമുണ്ടായി. അതേസമയത്ത് തന്നെ ആത്മീയമായിട്ടും ദൈവത്തെ സേവിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അതാണ് നമ്മുടെ മലയാളികൾ ഇനി ബഹറിലല്ല ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഭാരതം എന്ന് പറയുമ്പോൾ അത് ആർഷ ഋഷികളുടെ നാടാണ്. ആർഷ ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറഞ്ഞ സിന്ധു നദീ സാഗരീകത ഇതൊക്കെ ലോകത്തിന്റെ മുൻപന്തിയിൽ എടുത്തു കാണിക്കുന്ന ഈജിപ്തുകാരനും മറ്റു ലോകക്കാരനും ഒക്കെ നമ്മുടെ സംസ്കാരം കണ്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകത്തിൽ നമ്മുടെ മലയാളികൾക്കല്ലേ ഭാരതീയർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. പിന്നെ നമ്മുടെ ചില ആൾക്കാർ അതിന് പേര് ദോഷമോ അല്ലെങ്കിൽ മറ്റു വരുന്നെങ്കിലും നമ്മളെ കൂടുതലായിട്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാരതീയർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരാൾ ബഹുമാനിക്കപ്പെടുന്ന ആൾക്കാരാണ്. നമ്മൾ ബുദ്ധിജീവികളാണെന്നുള്ള ഒരു ധാരണ മറ്റ് ദേശക്കാർക്കുണ്ട്. അവർ മനസ്സാലെ സമ്മതിക്കുന്നില്ലെങ്കിലും ഒരു ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ പല ഇന്നത്തെ അമേരിക്കയിൽ തന്നെ നോക്കുകയാണെങ്കിലും ശാസ്ത്രീയ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, അപ്പോൾ അതിന് ഹോസ്പിറ്റലുകളിലായാലും അല്ലെങ്കിൽ നാസ ഇതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം എഞ്ചിനീയേഴ്സ്, ഡയറക്ടേഴ്സ് വളരെയധികം ഇന്ത്യക്കാരവിടെ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ കുറച്ച്. എന്നിട്ട് പറയുന്നത് നമ്മുടെ മലയാളിയായിട്ടുള്ള ടോം എബ്രഹാം, അദ്ദേഹം ഇവിടുത്തെ 144 സിറ്റിയുടെ ചുമതല വഹിക്കുകയാണ്. ഒരു മലയാളിയായിട്ടുള്ള ഇത്രയും ഭരണതലത്തിൽ നിന്നുകൊണ്ട് വെള്ളക്കാർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരെയൊക്കെ നാം ഈ പൊതുവേദികളിലേക്ക് കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ അമേരിക്കയുടെ ഭാഗത്ത് പല മലയാളികള് ഇങ്ങനെ വളരെ സൗമ്യമായി നിന്നുകൊണ്ട് അവരുടെ കഴിവുകൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് മുൻപന്തിയെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾക്ക് സാറിനെ കൂടെ കിട്ടിയത്. അതിനെ വളരെ നിങ്ങളെയൊക്കെ നിങ്ങളുടെ പ്രതിഭകൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പുറം ലോകം അറിഞ്ഞിരിക്കണം. ഒരു ചെറിയ കമ്മ്യൂണിറ്റി മാത്രം നിന്നുകൊണ്ടല്ല, ഞങ്ങൾക്ക് വേണ്ടി ഇന്ന വാർത്ത ഇടുന്നത് ജോയ് തുമ്പമൺ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ ഇന്നാരാണെന്നുള്ള ഒരു ഓർമ്മ ആൾക്കാരെ ഒരുപക്ഷെ നമുക്ക് എല്ലാവരെയും പേഴ്സണലായിട്ട് പോയി കണ്ട് സംസാരിക്കുവാനോ ഇടപെടുവാനോ അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ അടുക്കലോട്ട് വരുവാനോ ഇവിടുത്തെ ദൈനംദിന ജീവിതത്തിന്റെ തിരക്കിനിടയിൽ സാധ്യമല്ല. പിന്നെ വീണ് കിട്ടുന്ന സമയങ്ങൾ കമ്പ്യൂട്ടറിൽ കൂടെ, മീഡിയ ഇതുപോലുള്ള ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ ഒക്കെയും നിങ്ങളൊക്കെ കാണുന്ന ജനങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷമാണ്. ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും വളരെ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ നാട്ടിൽ നല്ലപോലെ വായനാശീലമുള്ള കുഞ്ഞുങ്ങൾ അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ വായനാശീലം കുറയും. കാരണം അതിനും കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള മീഡിയകൾ അത് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അവർക്ക് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്നു. അതുകൊണ്ട് എഴുത്തു മേഖലകൾ വളരെയധികം അതിന്റെ പ്രാതിനിധ്യം കുറഞ്ഞു വരികയാണെങ്കിൽ തന്നെയും അതിനെ കാത്തു സൂക്ഷിക്കുന്ന നിങ്ങളെപ്പോലെ കുറച്ച് വ്യക്തികൾ അമേരിക്കയിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും വളരെ വാസ്തവത്തിൽ ജോൺ ഐസക് സാർ പറഞ്ഞ വളരെ വാസ്തവമാണ്. മലയാളികൾ മാത്രമല്ല, ഭാരതീയരായ ആളുകൾ അമേരിക്കയിൽ അതാത് തലങ്ങളിൽ രാഷ്ട്രീയവും സാംസ്കാരികവും ശാസ്ത്രപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ആതുര സേവന രംഗത്തും എല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളാണ് ഈ അമേരിക്കയിലുള്ള ഭാരതീയരായിട്ടുള്ള ആളുകൾ. അവരുടേതായ തലങ്ങളിൽ വളരെയധികം മിടുക്കരായിട്ട് തീർന്നിട്ടുണ്ട്. അത് വളരെ വാസ്തവമായൊരു കാര്യം തന്നെയാണ്. അതുപോലെ കഴിഞ്ഞ 2010 ഇവിടെ നടന്ന PCNAC മീറ്റിങ്ങിൽ ഏതോ ഭാരിച്ച ഒരു ചുമതല, അന്ന് ഞാനും ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. എങ്കിലും സാറിന് പ്രത്യേകമായ ഒരു ഏത് ചുമതലയായിരുന്നു വഹിച്ചിരുന്നത്? 2010 ഹ്യൂസ്റ്റണിൽ നടന്ന പെന്തക്കോസ്റ്റ് കോൺഫറൻസിന്റെ മീഡിയ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുവാനിടയായി. ആ മീഡിയ കോർഡിനേറ്ററായിരുന്ന സമയത്ത് ഇതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി അനേകം മാസികകൾ പ്രസിദ്ധീകരിക്കുവാനായിട്ടിടയായി. ആ സമയത്ത് ഈ 3 കളറിൽ ഗ്ലോസി പേപ്പറിൽ 2 പ്രാവശ്യം അതിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള പെന്തക്കോസ്റ്റ് PCNAC ക്രോണിക്കിൾ എന്നുള്ള രീതിയിൽ ഒരു വളരെ നന്നായിരുന്നു. പേപ്പറൊക്കെ അത് നാട്ടിലടിച്ചാന്നും പറയില്ല, നാട്ടിലൊക്കെ ഇത്രയും സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടെന്ന് ഹൈ ക്വാളിറ്റി. അതെ, എയർ ഫ്രൈറ്റ് ആയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഒരു 10,000-15,000 കോപ്പികൾ അമേരിക്കയിലുള്ള ഒരു 10,000-15,000 ഭവനങ്ങളിൽ എത്തിക്കുവാനുള്ളതായ റീഡേഴ്സ്, അത്രയും ആളുകൾ വായിച്ച് അത് വായിക്കുവാനിടയായിട്ട്. അത് വന്ന് ഇവിടെ നടിച്ച പാട്ടുപുസ്തകമൊക്കെ ഞങ്ങൾ വളരെ നന്നായിരിക്കുന്നു. ഹൈ ക്വാളിറ്റിയിൽ ഏറ്റവും വന്ന ആൾക്കാർക്കെല്ലാം വരാത്തവർക്ക് ആൾക്കാരെ കൊണ്ട് കളക്ട് ചെയ്ത് കൊടുക്കുവാനും അയച്ചു കൊടുക്കാനും ഒക്കെ അത് പ്രചോദനം ചെയ്തു. അതുകൊണ്ടൊക്കെ ആ മീറ്റിംഗ് 2010 മീറ്റിംഗ് വളരെ വിജയകരമായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയ മീറ്റിങ്ങിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ വിജയകരമായിട്ടുള്ളൊരു മീറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും ആ മീറ്റിങ്ങിന് പ്രാതിനിധ്യം അതിന്റെ ചുക്കാൻ പിടിച്ചത് അതിന്റെ കോർഡിനേറ്ററിലൊക്കെ അതിന്റെ നാഷണൽ കൺവീനർ ആയിട്ടുള്ളത് VM എബ്രഹാം പാസ്റ്ററാണ്. പുള്ളി അവിടെ ഏത് ചർച്ചിന്റെ ഭാഗമായിട്ട്? പുള്ളി ക്രിസ്ത്യൻ അസംബ്ലി